ബോണ്ട് മാർക്കറ്റ് സ്റ്റോറി. ഏറ്റവും പഴയ സാമ്പത്തിക ഉപകരണങ്ങളിൽ ഒന്നായ ബോണ്ടുകൾ വിശ്വാസത്തോടും സുതാര്യതയോടും കൂടി വളർച്ചയെ തുടർന്നും സഹായിക്കുന്നു. ബോണ്ടുകളുടെ കഥയ്ക്ക് സഹസ്രാബ്ദങ്ങളുടെ പഴക്കമാണ്. BC 3000 ആദ്യകാല വായ്പകൾ രേഖപ്പെടുത്തിയ കളിമൺ ഫലകങ്ങൾ മുതലേ പുരാതന മെസോപ്പൊട്ടേമിയ മുതൽ ക്ലാസിക്കൽ ഗ്രീസിലും റോമൻ സാമ്രാജ്യങ്ങളിലും വരെ ഭൂഖണ്ഡങ്ങളിലുടനീളം നൂറ്റാണ്ടുകളായി വ്യാപാരം, അടിസ്ഥാന സൗകര്യങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവ കെട്ടിപ്പടുക്കാൻ സമൂഹങ്ങൾ ഘടനാപരമായ കടത്തെയാണ് ആശ്രയിച്ചിട്ടുള്ളത്. കൊളോണിയൽ കാലത്തെ വായ്പകൾ മുതൽ നമ്മുടെ ആധുനിക സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുത്ത സ്വാതന്ത്ര്യാനന്തര സർക്കാർ സെക്യൂരിറ്റികൾ വരെയുള്ള ഇന്ത്യയുടെ യാത്ര ഈ പരിണാമത്തെ പ്രതിഫലിപ്പിക്കുന്നു. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ ഡെറ്റ് മാർക്കറ്റ് വികസിച്ചു. ബാങ്ക് കേന്ദ്രീകൃതമായ ഒരു സംവിധാനത്തിൽ നിന്ന് അതിവേഗം വികസിക്കുന്ന വൈവിധ്യമാർന്ന വിപണിയായി ഇത് മാറി. കോർപ്പറേറ്റ് ബോണ്ടുകളുടെ മൂല്യം FY 15 ഏകദേശം 17.5 ട്രില്യണിൽ നിന്ന് FY 25 53 ട്രില്യണിലധികമായി ഗണ്യമായി വർദ്ധിച്ചു. FY 25 ഏകദേശം 9.9 ലക്ഷം കോടി രൂപയുടെ റെക്കോർഡ് ഇഷ്യൂവൻസുകളാണ് നടന്നത്. ഇന്ത്യയുടെ GDPയുടെ ഏകദേശം 16% മാത്രമുള്ള നമ്മുടെ കോർപ്പറേറ്റ് ബോണ്ട് മാർക്കറ്റിന് വികസിത സമ്പദ് വ്യവസ്ഥകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇനിയും വളരാനിടമുണ്ട്. എന്നാൽ ഇതിന്റെ ദിശ വ്യക്തവും വേഗത യാഥാർത്ഥ്യവുമാണ്. ഇന്ന് നിക്ഷേപകരുടെ എണ്ണം പരമ്പരാഗത സ്ഥാപനങ്ങൾക്കും അപ്പുറത്തേക്ക് വ്യാപിച്ചിരിക്കുന്നു. മ്യൂച്വൽ ഫണ്ടുകള്, ഇൻഷുറർമാര്, പെൻഷൻ ഫണ്ടുകള്, NBFCകള്, ഇപ്പൊ വർദ്ധിച്ചു വരുന്ന റീറ്റെയിൽ നിക്ഷേപകര് എന്നിവരെല്ലാം ഡിജിറ്റൽ ആക്സസ് വഴി ശാക്തീകരിക്കപ്പെട്ടിരിക്കുന്നു. പങ്കാളിത്തത്തിലെ ഈ വർധനവിനൊപ്പം വൈവിധ്യമാർന്ന ഇഷ്യൂവർമാരും ഇൻസ്ട്രുമെന്റുകളും കടന്നുവരുന്നു. സാമ്പത്തിക സേവനങ്ങള്, അടിസ്ഥാന സൗകര്യങ്ങള്, ഊർജം, നിർമ്മാണം, ഗ്രീൻ ഫിനാൻസ് എന്നിവയിലുടനീളം ഇപ്പോൾ മൂലധനം ഒഴുകുന്നു. ആഗോള നിലവാരത്തിലുള്ള ESG ലിങ്ക്ഡ്, സോഷ്യൽ ആൻഡ് സസ്റ്റൈനബിലിറ്റി ലിങ്ക്ഡ് ഡെറ്റുകളിലേക്ക് ബോണ്ട് തരങ്ങൾ വ്യാപിക്കുന്നു. ഈ ദ്രുതഗതിയിലുള്ള മാറ്റത്തിന് പിന്നില് ബോണ്ട് മാർക്കറ്റിലെ ലഭ്യതയും പണലഭ്യതയും സംരക്ഷണവും പുനർനിർമ്മിക്കുന്ന ഇന്ത്യയുടെ റെഗുലേറ്റർമാരാണ്. ആ ലക്ഷ്യം ഇപ്പോൾ പ്രായോഗിക തലത്തിൽ ദൃശ്യം. പ്രൈവറ്റ് ബോണ്ട് ഫേസ് വാല്യൂ 10,000 കുറച്ചതുൾപ്പെടെയുള്ള പ്രധാന നടപടികൾ ഈ അടുത്ത കാലത്തുണ്ടായി. UPI അധിഷ്ഠിത പബ്ലിക് ഡെറ്റ് ആപ്ലിക്കേഷനുകൾ 5 ലക്ഷം വരെ അനുവദിച്ചു. പ്ലാറ്റ്ഫോമുകൾ വഴി മുനിസിപ്പൽ ബോണ്ടുകൾക്ക് ഉത്തേജനം നൽകി. സുതാര്യമായ വില നിർണ്ണയത്തിനായി ഇലക്ട്രോണിക് ഡെറ്റ് ബിഡിംഗ് പ്ലാറ്റ്ഫോം ആരംഭിച്ചു. കേന്ദ്രീകൃത കോർപ്പറേറ്റ് ബോണ്ട് ക്യാഷ് ഫ്ലോ ഡാറ്റാബേസ് സൃഷ്ടിച്ചു. പണലഭ്യതയുടെ കാര്യക്ഷമതയ്ക്കായി ട്രൈ പാർട്ടി റെപ്പോ ശക്തിപ്പെടുത്തി. കോർപ്പറേറ്റ് ബോണ്ടുകളിൽ നിന്ന് നേരത്തെ പുറത്തു കടക്കുന്നതിനായി ലിക്വിഡിറ്റി വിൻഡോ സൗകര്യം ഏർപ്പെടുത്തി. ഇഷ്യൂർമാരെ സംബന്ധിച്ചിടത്തോളം ഡെറ്റ് മാർക്കറ്റ് എന്നത് കുറഞ്ഞ മൂലധന ചെലവ്, ദീർഘകാല കാലാവധി, വൈവിധ്യമാർന്ന ഫണ്ടിംഗ്, വിശാലമായ നിക്ഷേപക അടിത്തറ എന്നിവ വാഗ്ദാനം ചെയ്യുന്ന ഒരു മികച്ച ഇക്കോസിസ്റ്റമാണ്. കണക്കുകൾ തന്നെ ഈ മാറ്റത്തെ പ്രതിഫലിപ്പിക്കുന്നു. FY 22 FY 24 ഇടയിൽ കോർപ്പറേറ്റ് ബോണ്ടുകളിലൂടെ ഏകദേശം 22 ലക്ഷം കോടി രൂപ സമാഹരിച്ചു. ഇത് ഏകദേശം 25 ലക്ഷം കോടി രൂപയ്ക്ക് തുല്യമാണ്. ബാങ്ക് ക്രെഡിറ്റിലൂടെ ഇത് വിപണിയുടെ ആഴവും ആത്മവിശ്വാസവും സൂചിപ്പിക്കുന്നു. സത്യത്തില് ഇന്ത്യയുടെ ബോണ്ട് മാർക്കറ്റ് വെറുമൊരു സാമ്പത്തിക ഉപകരണം മാത്രമല്ല, ഇത് തുടർച്ചയായ വളർച്ചയുടെ ചക്രവും രാജ്യപുരോഗതിയുടെ എഞ്ചിനുമാണ്. നിക്ഷേപകർക്ക്, പ്രത്യേകിച്ച് സ്ഥിരവരുമാനം ആഗ്രഹിക്കുന്നവർക്ക്, ബോണ്ടുകൾ പ്രവചനക്ഷമതയും സ്ഥിരതയും വൈവിധ്യവൽക്കരണവും നൽകുന്നു. സമ്പാദ്യത്തെ ദീർഘകാല സുരക്ഷയാക്കി മാറ്റുന്നു. ടിക്കറ്റ് നിരക്കുകൾ കുറയുകയും ഡിജിറ്റൽ സൗകര്യങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നതോടെ കൂടുതൽ ഇന്ത്യൻ കുടുംബങ്ങൾക്ക് സമ്പാദ്യശീലത്തിൽ നിന്ന് ബോണ്ട് മാർക്കറ്റിലെ നിക്ഷേപത്തിലേക്ക് മാറാനും രാജ്യത്തിന്റെ വളർച്ചയിൽ പങ്കാളികളാകാനും സാധിക്കും. ശക്തമായ ബോണ്ട് മാർക്കറ്റ് ആഭ്യന്തര സമ്പാദ്യത്തെ റോഡുകൾ, തുറമുഖങ്ങൾ, വൈദ്യുതി, ആരോഗ്യ സംരക്ഷണം, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയിലേക്ക് തിരിച്ചുവിടുന്നു. ഇത് വിദേശ മൂലധനത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും കരുത്തു പകരുകയും ചെയ്യുന്നു. ഇന്ത്യ വികസിത് ഭാരത് 2047 നീങ്ങുമ്പോൾ സെബിയുടെ മികച്ച നേതൃത്വത്തിന് കീഴിൽ അടുത്ത ദശകത്തിലെ വളർച്ചയ്ക്കായി നമ്മൾ സജ്ജമാണ്. ബോണ്ടുകള്, ഏക് സശക്ത ബന്ധൻ.